ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2025 ജൂലൈ മാസം 21-ാം തീയതി, കർക്കിടക മാസം 5-ാം തീയതി തിങ്കളാഴ്ച, സമയം രാവിലെ 6 മണി. സംസ്ഥാനത്ത് തകർച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും ഉയരുകയാണ്. കഴിഞ്ഞ ആഴ്ചയുടെ അവസാന 2 ദിവസങ്ങളിൽ കുത്തനെ ഉയർന്ന സ്വർണ്ണവില ഇന്നലെ വിപണി അവധിയായതിനാൽ മാറ്റമില്ലാതെ തുടർന്നു. വെള്ളിയാഴ്ച പവന് 400 രൂപയും ശനിയാഴ്ച പവന് 160 രൂപയും ഉയർന്ന സ്വർണ്ണവില 73,360 രൂപയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. സംസ്ഥാനത്തെ ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയാണിത്. ഇപ്പോഴത്തെ നിരക്കനുസരിച്ച് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാനായി പണിക്കൂലിയും GSTയും ഉൾപ്പെടെ 80,000 രൂപയ്ക്ക് അരികിൽ നൽകേണ്ടി വരും. അന്താരാഷ്ട്ര തലത്തിൽ രാജ്യാന്തര രാഷ്ട്രീയ സാമ്പത്തിക കാലാവസ്ഥ സങ്കീർണമായി തുടരുന്നതിനാൽ സ്വർണ്ണവിലയിൽ തുടർന്നുള്ള ദിവസങ്ങളിലും കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇന്ന് രാവിലെ സ്വർണ്ണവില നോക്കാം. ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണ്ണത്തിന് $3,350. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 10,003 രൂപ, 1 പവൻ 80,029 രൂപ. 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7,502 രൂപ, 1 പവൻ 60,021 രൂപ. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 916 അഥവാ 22 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 9,170 രൂപ, 1 പവൻ 73,360 രൂപ. സംസ്ഥാനത്ത് ഇന്ന് വെള്ളിവില 1 ഗ്രാം 124 രൂപ, 1 കിലോ 1,24,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്